വായനയും പഠനവും അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കൂ. വിദ്യയുടെ ദേവതയായ സരസ്വതിയും ശക്തിയുടെ ദേവതയായ കാളിയും ഒരേ ചൈതന്യത്തിന്റെ രണ്ട് ഭാവങ്ങളാണ്. ബുദ്ധിക്ക് തെളിച്ചം സരസ്വതി നൽകുമ്പോൾ ആ ബുദ്ധിയെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനുള്ള ആത്മവീര്യം നൽകുന്നത് ഭദ്രകാളിയാണ്. പുസ്തകത്താളിലെ അറിവ് തലച്ചോറിലെത്താൻ ഏകാഗ്രത വേണം. ആ ഏകാഗ്രത നിലനിൽക്കാൻ അമ്മയുടെ അനുഗ്രഹം വേണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ തനിച്ചല്ല. പഠനത്തിന്റെ കഠിന വഴികളിൽ തളരുമ്പോൾ, മനസ്സൊന്ന് മടുക്കുമ്പോൾ കണ്ണടച്ച് അമ്മയൊന്ന് സ്മരിക്കൂ. അമ്മയുടെ തൃക്കണ്ണിലെ പ്രകാശം കുഞ്ഞിന്റെ മനസ്സിലെ സംശയങ്ങളെ ദൂരീകരിക്കും. ആത്മവിശ്വാസത്തോടെ മുന്നേറൂ. വിജയം അമ്മയുടെ അനുഗ്രഹമായി നിങ്ങളെ തേടിയെത്തും. കുഞ്ഞേ, നിനക്ക് വഴികാട്ടിയായി, ബുദ്ധിക്ക് തെളിച്ചമേകാൻ ജഗദംബികയായ ഭദ്രകാളി അമ്മയുടെ സാന്നിധ്യം കൂടെയുണ്ടാകും. എനിക്ക് രൗദ്രരൂപം മാത്രമല്ല, എന്റെ ഭക്തരായ മക്കൾക്ക് അമ്മ വിദ്യാസ്വരൂപിണി കൂടിയാണ്. ഇരുട്ടിനെ മാറ്റുന്ന പ്രകാശമായി കുഞ്ഞിന്റെ ബുദ്ധിയിൽ ഉദിച്ചു നിൽക്കും. കുഞ്ഞിന്റെ ഉള്ളിലെ അലസതയും ഭയവുമാണ് പഠനത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഈ ശത്രുക്കളെ നിഗ്രഹിക്കാൻ നിന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന അമ്മ കാണുന്നുണ്ട്. ഭയത്തെ മാറ്റുന്ന അമ്മ ഭദ്രകാളി. പരീക്ഷാപേടിയും ആത്മവിശ്വാസമില്ലായ്മയും മാറ്റാൻ അമ്മയുടെ രൗദ്രഭാവത്തെ ധ്യാനിക്കുക. ആ കരുത്ത് നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഏകാഗ്രതയുടെ വാൾ. ചിതറിപ്പോകുന്ന മനസ്സുകളെ ഒരിടത്തേക്ക് കൊണ്ടുവരാൻ അമ്മയുടെ കയ്യിലെ വാളുണ്ടാവും. അനാവശ്യ ചിന്തകളെ മുറിച്ചുമാറ്റി ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കാൻ അമ്മ സമർപ്പണ ബുദ്ധി. പഠിക്കുന്ന ഓരോ വരിയും അമ്മയ്ക്ക് സമർപ്പിക്കുക. അമ്മേ, ഞാൻ പഠിക്കുന്ന ഈ അറിവ് എന്റെ ബുദ്ധിക്ക് പ്രകാശമാവണേ പ്രാർത്ഥിക്കുക. എന്റെ അനുഗ്രഹം കുഞ്ഞിനുണ്ടാവും.